Okay, so നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. Okay, so we can start the session. അപ്പൊ നമ്മൾ ഇന്ന് ബോഡി സയൻസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോ മോസ്റ്റ്ലി ഇന്ന് ഇപ്പൊ എക്സാംസ് കഴിഞ്ഞത് കൊണ്ട് സ്റ്റുഡൻസ് കുറെ പേര് ഉണ്ടാവും എന്ന് വിചാരിച്ചു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്ട്രെങ്ത് വളരെ കുറവാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു 8:30 ആകുമ്പോഴേക്കും ഒന്ന് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, കാരണം അധികം തീരെ നമുക്ക് സ്റ്റുഡൻസ് തീരെ അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ലൈവ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഒരു 8:35 ആകുമ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് വരുന്നത് ബോഡി സയൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ മെയിൻലി നമ്മൾ നോക്കുന്നത് ഓർഗൻസ് ആണ്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ഹ്യൂമൻ ഓർഗൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഈ ഹ്യൂമൻ ഓർഗൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ഓർഗൻ എന്നുള്ളത് എങ്ങനെ ഫോം ആവുന്നു. സോ വാട്ട് ഈസ് ആൻ ഓർഗൻ എന്ന് പറയുകയാണെങ്കിൽ ഓർഗൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ്. ഒരുപാട് ടിഷ്യൂസ് ചേർന്നിട്ടാണ് നമുക്കൊരു ഓർഗൻ ഉണ്ടാവുന്നത്. അപ്പോൾ ടിഷ്യൂസ് ചേരുമ്പോൾ നമുക്ക് ഓർഗൻസ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ടിഷ്യൂസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹൗ അബൌട്ട് ദ ടിഷ്യൂസ്? അതാണ് നമ്മളുടെ ഏറ്റവും ബയോളജിയിൽ അല്ലെങ്കിൽ സയൻസിൽ നമ്മളുടെ ബോഡി, ഹ്യൂമൻ ബോഡിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ സെൽ എന്ന ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ സെൽ ഇസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എനി ഓർഗാനിസം. അത് ഹ്യൂമൻ ബോഡി എന്നല്ല, ആനിമൽ ബോഡി, പ്ലാന്റ് ബോഡി, രണ്ടിലും ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം എന്ന് പറയുന്നത് സെല്ലാണ്. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു കാര്യം. അപ്പൊ അത് വന്നിട്ട് ഒരു അനിമൽ ബോഡിയിലാണെങ്കിലും ഒരു പ്ലാന്റ് ബോഡിയിലാണെങ്കിലും സെല്ലാണ് ആ ബോഡിയുടെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ്. അപ്പൊ ഈ അനിമൽ ബോഡി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീങ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണോ? യെസ്, ഹ്യൂമൻ ബീങ്സ് ആർ ഓൾസോ അനിമൽസ്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നതും ഒരു അനിമൽ വർഗത്തിൽപ്പെട്ട ഒരു ക്രിയേച്ചർ തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഡാർവിന്റെ തിയറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇനി വരുന്ന ഇയേഴ്സിൽ പഠിക്കുന്നുണ്ടാവും. അതായത് ഡാർവിന്റെ തിയറി പ്രകാരം ഹ്യൂമൻ ബീങ്സ് ആർ ബിലീവ്ഡ് ടു ഹാവ് ബീൻ ഇവോൾവ്ഡ് ഫ്രം മങ്കീസ്, അതായത് ഏപ്സ് എന്ന്, ചിമ്പാൻസീസ് എന്നുമാണ് ഹ്യൂമൻ ബീങ്സ് ഉണ്ടായത്. ഇന്ന് കാണുന്ന മനുഷ്യന്റെ ഒരു രൂപം വന്നത് അങ്ങനെയാണെന്നാണ് ഡാർവിന്റെ തിയറി പറയുന്നത്. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്, സെല്ലാണ് ഏതൊരു ക്രിയേച്ചറിന്റെയും ഏതൊരു ലിവിങ് ബീയിങ്ങിന്റെയും ഫണ്ടമെന്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേരുമ്പോൾ വി ഗെറ്റ് ടിഷ്യൂസ്. അതായത് ഒരുപാട് സെൽസുകൾ ചേരും, സെൽസിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ ഓർഗൻ എന്ന് പറയുന്നത്. കുറേ സെൽസ് ചേരുമ്പോൾ ഒരു ടിഷ്യൂ ഉണ്ടാവുന്നു, ഒരുപാട് ടിഷ്യൂസ് ചേരുമ്പോൾ ഒരു ഓർഗൻ ഉണ്ടാവുന്നു. ഇനി കുറേ ഓർഗൻസുകൾ ചേർന്നാലോ? ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹാർട്ട് എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ബ്രെയിൻ ഒരു ഓർഗൻ ആണ്, ഹാർട്ട് ഒരു ഓർഗൻ ആണ്, അതുപോലെ ലിവർ ഒരു ഓർഗൻ ആണ്, കിഡ്നീസ്, there are 2 kidneys, so kidneys ഓർഗൻസ് ആണ്. പിന്നെ ഈവൻ ഐ എന്ന് പറയുന്നതും, ഹ്യൂമൻ ഐയും ഒരു ഓർഗൻ ആണ്. സോ ഇത്തരം ഓർഗൻസുകൾ ചേരുമ്പോൾ നമുക്ക് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓർഗൻ സിസ്റ്റം. ഈ ഓർഗൻ സിസ്റ്റത്തിന് ജീവൻ വെച്ച് തുടങ്ങുമ്പോഴാണ് അതൊരു ലൈഫായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽ. അതിൽ നിന്നും ടിഷ്യൂസ് ഉണ്ടാവുന്നു, ടിഷ്യൂസിൽ നിന്നും ഓർഗൻസ് ഉണ്ടാവുന്നു, ഓർഗൻസിൽ നിന്നും ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു. ഓർഗൻ സിസ്റ്റം ആണ് പിന്നീട് ലൈഫ് കിട്ടുമ്പോൾ ഒരു ജീവനായിട്ടത്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബീറ്റ്, ഒരു ചെറിയൊരു സ്പാർക്ക് ഓഫ് ലൈഫ് ഉണ്ടാവുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ ലൈഫ്, ഇറ്റ് ബിക്കംസ് എ ക്രിയേച്ചർ എന്ന് നമുക്കതിനെ പറയാം. ഒരു ലിവിങ് ബീയിങ് ആയിട്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ ആ ഓർഗൻ സിസ്റ്റം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ലൈഫ് എന്ന ജീവൻ എന്നത് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഓർഗൻ മറ്റൊന്നുമല്ല, ഹ്യൂമൻ ഐ തന്നെയാണ്. ആസ് വി ഓൾ നോ, ഹ്യൂമൻ ഐ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റുള്ള അനിമൽസിന്റെ ഐസിനെക്കാട്ടിലും ഹ്യൂമൻ ഐക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ബിക്കോസ് ദർ ആർ ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് ഇൻ ഹ്യൂമൻ ഐസ്.
ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാമറ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹ്യൂമൺ ഐ മാത്രമാണ്. ബിക്കോസ് നമ്മുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇറ്റ് ഈസ് ആക്ച്വലി അവർ ഐസ് ആർ ആക്ച്വലി ലൈക്ക് ക്യാമറാസ്. സോ അവർ വന്നിട്ട് നമ്മൾ ചുറ്റിലും കാണുന്ന പല ഒബ്ജക്ട്സിന്റെയും ഇമേജസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ അത്രയും ക്ലാരിറ്റിയോടെയാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് ഹ്യൂമൺ ഐന്റെ ലെൻസിനെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ലെൻസ് ഇനിയും ഡിസ്കവർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എനിവേസ് നമുക്ക് ഐന്റെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. സോ an introduction to the human eye. The eye comprises three layers enclosing three transparent structures. അതായത് ഹ്യൂമൻ ഐ എന്ന് പറയുന്നതിന് 3 ലെയറുകളാണ് ഉള്ളത്. 3 വ്യത്യസ്ത ലെയറുകളാണ്. ഓരോ ലെയറും 3 ട്രാൻസ്പെറന്റ് സ്ട്രക്ചറുകളാണ്. ട്രാൻസ്പെറന്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതായത് ഓരോ ലെയറും നമുക്ക് അതായത് ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മീഡിയം, ഇപ്പൊ ഗ്ലാസ് അല്ലെങ്കിൽ ഇപ്പോ വാട്ടർ അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഇങ്ങനത്തതൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതായത് നമുക്ക് ഒരു വശത്ത് നിന്നാൽ മറ്റൊരു വശത്തിലുള്ളത് കാണാൻ പറ്റും. സച്ച് തിങ്സ് ആർ കോൾഡ് ട്രാൻസ്പെറന്റ് തിങ്സ് ഓർ ട്രാൻസ്പെറന്റ് മീഡിയം. ഫോർ എക്സാമ്പിൾ വാട്ടർ ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്, കാരണം വെള്ളത്തിലൂടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ എന്താ ഉള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. ഗ്ലാസ്സിലൂടെ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് പറയാം എയർ ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്. നമുക്ക് ചുറ്റുള്ള തിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് ദ ട്രാൻസ്പെറൻസി ഓഫ് ദി എയർ. എയർ വന്നിട്ട് ഇപ്പൊ ട്രാൻസ്പെറന്റ് അല്ലായിരുന്നു എന്നാണെങ്കിൽ നമുക്ക് ചുറ്റിലുമുള്ള ഒന്നും കാണാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതാണ് ഈ ട്രാൻസ്പെറന്റ് മീഡിയം എന്ന് പറയാൻ കാരണം. കണ്ണ് എന്ന് പറയുന്നതും ഒരു ട്രാൻസ്പെറന്റ് സ്ട്രക്ചർ തന്നെയാണ്. 3 ലെയേഴ്സ് ഉണ്ട്, 3 ട്രാൻസ്പെറന്റ് സ്ട്രക്ചേഴ്സും ഉണ്ട്. ദി ഔട്ടർമോസ്റ്റ് ലെയർ കംപ്രൈസസ് ദ സ്ക്ലീറ ആൻഡ് കോർണിയ. അപ്പോ നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ട് വരുന്ന ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ സ്ക്ലീറയും സ്ക്ലീറേന്റെ അടുത്തായിട്ട് കോർണിയയുമാണ്. സ്ക്ലീറ ആൻഡ് കോർണിയ. ദ മിഡിൽ ലെയർ ഓർ ദി ഉവിയ കൺസിസ്റ്റ് ഓഫ് ദി കൊറോയിഡ്, ഐറിസ് ആൻഡ് ദ സീലിയറി ബോഡി. കണ്ണിന്റെ മിഡിൽ ലെയർ, ഒരു ഹ്യൂമൺ ഐന്റെ ഇമേജും കൂടെ ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. മിഡിൽ ലെയർ എന്ന് പറയുന്നത് അതിന് യുവിയ എന്നൊരു നെയിമും കൂടെ അതിനുണ്ട്. മിഡിൽ ലെയറിൽ ഒരു കൊറോയിഡ് എന്ന് പറഞ്ഞൊരു പാർട്ടും ഐറിസും സീലിയറി ബോഡി അല്ലെങ്കിൽ സീലിയറി മസിൽസ് എന്ന് പറയുന്നവര്, കണ്ണുകളിലുള്ള മസിൽസിന്റെ പേരാണ് സീലിയറി മസിൽസ്. ഓക്കെ, ആൻഡ് ഫൈനലി ദ ഇന്നർമോസ്റ്റ് ലെയർ കൺസിസ്റ്റ് ഓഫ് ദി റെറ്റീന. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് റെറ്റീന. ഈ റെറ്റീന എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ് നമ്മൾ കാണുന്ന തിങ്സിന്റെ ഇമേജ് ഫോം ആവുന്നത്. നമ്മൾ എങ്ങനെയാണ് റിഫ്ലക്ഷൻ പഠിച്ചു, റിഫ്ലക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മിറർ വെച്ച് റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ ഇമേജ് ഫോം ആവുന്നുണ്ട് എന്ന്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഐസ് വന്നിട്ട് ലെൻസ് ആണ്. എങ്ങനെയാണോ മിററിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ലെൻസിലും ഇമേജ് ഫോർമേഷൻ നടക്കും. അത് നിങ്ങൾ 9th-ലും 10th-ലും ആയിട്ട് പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഓൾറെഡി പഠിച്ചവരും ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് നമുക്ക് ഈ ഇന്നർ ലെയർ ആയ റെറ്റിനയാണ് നമുക്ക് എല്ലാ ഇമേജസും കാണാൻ സഹായിക്കുന്ന ഒരു പാർട്ട്. അത് ഏറ്റവും ഉള്ളിലായിട്ട് വരുന്ന പാർട്ടാണ്. ഇറ്റ് ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ കൺസിസ്റ്റിംഗ് ഓഫ് ദ റെറ്റീന. സോ ദീസ് 3 ലെയേഴ്സ്, 3 ലെയറുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. These 3 transparent layers enclose the flexible lens, the vitreous body and the aqueous humor. കണ്ണുകളിൽ നമുക്ക് നമ്മുടെ ലെൻസ് ഉള്ളത് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. The lens that we have, human lens are very flexible. ലെൻസ് എന്ന് പറയാൻ കാരണം 2 കണ്ണുകളിലും 2 ലെൻസ്, അപ്പൊ അങ്ങനെയാണ് 2 ലെൻസ്. ആൻഡ് വിട്രിയസ് ബോഡി ആൻഡ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഔട്ടർ ലെയറിലും ഇന്നർ ലെയറിലുമായിട്ടുള്ള ഫ്ലൂയിഡ്സിന്റെ പേരാണ് വിട്രിയസ് ബോഡി അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ എന്നും അതിനെ പറയും. വിട്രിയസ് ഹ്യൂമർ ആൻഡ് അക്വസ് ഹ്യൂമർ. ഓക്കെ, അക്വസ് എന്ന് പറഞ്ഞാൽ തന്നെ വാട്ടർ എന്നുള്ളൊരു മീനിങ്, അക്വ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വാട്ടർ എന്നുള്ള മീനിങ് ആണ്. സോ വിട്രിയസ് ബോഡി ആൻഡ് അക്വസ് ബോഡി അങ്ങനെയും പറയാം. ബോഡി ഓർ ഹ്യൂമർ ബോത്ത് ആർ സെയിം. ആ ലിക്വിഡ്, ആ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹ്യൂമൺ ഐയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് യു ടു ആൻ ഇമേജ് ഓഫ് ഹ്യൂമൺ ഐ. ആക്ച്വലി ഞാൻ ആ ഡോക്യുമെന്റിൽ അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം.
ഹ്യൂമൺ ഐന്റെ എല്ലാ പാർട്സും കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മോസ്റ്റ്ലി വരാറുള്ള പിക്ചർ. സോ ഹ്യൂമൺ ഐ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഈ റൈറ്റ് സൈഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് പിക്ചർ പോലെ തോന്നിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നിന്ന് വേറെ എന്തോ എങ്ങോട്ടേക്കോ ഒരു കണക്ഷൻ ഉള്ളത് പോലെ തോന്നും. അത് ആക്ച്വലി നമ്മുടെ അടുത്ത കണ്ണിലേക്കുള്ള കണക്ഷൻ അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് ബ്രെയിനിലേക്കുള്ള കണക്ഷൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ രണ്ട് കണ്ണുകളുടെ ഇടയിൽ വരുന്ന ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിന്റെ ഇടയ്ക്ക് ഈ ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇതിപ്പോ ഒരു ഐ ആണ്. ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് ദ റൈറ്റ് ഐ. റൈറ്റ് ഐ ആണെന്നുണ്ടെങ്കിൽ ആ ഐന്റെ എഡ്ജ് അല്ലെങ്കിൽ ആ ഐന്റെ ഒരു ലാസ്റ്റ് പാർട്ടിലാണ് നമുക്ക് ഈ ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്ന പാർട്ട് കാണാൻ പറ്റുന്നത്. ഈ പാർട്സ് കാണുന്നുണ്ടോ? ഓപ്റ്റിക് നെർവ് എന്നുള്ളത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ? ഹലോ, സ്ക്രീനിൽ ഓപ്റ്റിക് നെർവ് എന്നുള്ള ഒരു വേർഡ് കാണുന്നുണ്ടോ? Yes. ആ, ഓക്കെ. സോ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്കുള്ള സിഗ്നൽസ് കൊടുക്കുന്ന ഒരു പാർട്ടാണ്. അതായത് നമ്മൾ എന്ത് കാണുന്നു, വാട്ട് യു ആർ സീയിങ്, വാട്ട് എവർ യു ആർ സീയിങ്, അതിന്റെ ആ ഒരു മെസ്സേജ് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ബ്രെയിനിൽ കുറച്ച് സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ എത്തിക്കുന്ന ഒരു നെർവ് ആണ് ഒപ്റ്റിക് നെർവ്. ഓക്കെ. സോ ഒപ്റ്റിക് നെർവ് നമ്മുടെ ബ്രെയിനിൽ പോയി ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ റിസൾട്ട് ആയിട്ട് കാര്യങ്ങൾ കാണുന്നത്. സോ നമുക്ക് ഒപ്റ്റിക് നെർവ് ഇവിടെ വരുന്നു. പിന്നെ ഇനിയിപ്പോ നമുക്ക് ബാക്കി ഇവിടെ നിന്ന് എന്താ പറയാ നമ്മുടെ താഴേക്ക് വരാം. ഒപ്റ്റിക് നെർവ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട പാർട്ട് ഇവിടെ ഫ്രണ്ടിലുള്ള കോർണിയ. കോർണിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ. ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദി ഐ ഇസ് കോൾഡ് ദ കോർണിയ. പിന്നെ കോർണിയയുടെ തൊട്ട് ഉള്ളിലായിട്ട് നമുക്ക് ആന്റീരിയർ ചാമ്പർ അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ എന്നുള്ള പാർട്ട് കാണാം. അക്വസ് ഹ്യൂമർ മറ്റൊന്നുമല്ല, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറി ആയിട്ട് ഉള്ള ഒരു സബ്സ്റ്റൻസ്, വാട്ടറി സബ്സ്റ്റൻസ് നിറഞ്ഞിരിക്കുന്ന ഒരു പാർട്ട് തന്നെയാണ് നമ്മൾ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഈ അക്വസ് ഹ്യൂമറിൽ നിന്നും നമുക്ക് കണ്ണിലേക്ക് അല്ലെങ്കിൽ ലെൻസിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ റെഡ് കളറിൽ കാണുന്ന ഐറിസ്. അപ്പൊ ഐറിസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ലെൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഐബോളിലേക്ക് എത്ര ലൈറ്റ് കടത്തി വിടണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആള് നമ്മുടെ ഐറിസ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഓവർ ലൈറ്റ് ഒക്കെ ആവുന്ന ടൈമിൽ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. നമുക്ക് അത്രയും ലൈറ്റ് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ സൺലൈറ്റ് ഒരു മോർണിംഗ് ഒരു 10 o'clock 9:30 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് സൂര്യനെ കാണാം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ. പക്ഷെ സാധാരണ സമ്മർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ നേരിട്ട് സണ്ണിനെ നമുക്ക് കാണുമ്പോൾ കണ്ണ് വല്ലാണ്ട് അങ്ങോട്ട് ഇതാവാൻ തുടങ്ങും അല്ലെ, ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ അതൊക്കെ ഈ ഐറിസ് ആണ് നമ്മളെ കൊണ്ട് നമ്മുടെ കണ്ണ് ക്ലോസ് ചെയ്യിപ്പിക്കുന്നത്. ഓ, എനിക്ക് ഇത് ഇത്രയും വെളിച്ചം താങ്ങാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നാൻ കാരണം ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ഐറിസ്. ഐറിസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളുടെ കണ്ണിന് ഇത്രയും വെളിച്ചം താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത്ര മാത്രമേ പറ്റുള്ളൂ എന്നൊരു കപ്പാസിറ്റി നമ്മുടെ ഓരോ ഹ്യൂമൻ ഐനും ഉണ്ട്. സോ ഐറിസ് ഇസ് ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഐറിസ് ഇസ് ദ പാർട്ട് that decides how much light can be allowed into the eye എന്നുള്ളത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ റൗണ്ട് ആയിട്ട് കാണുന്ന ഇതാണ് നമ്മുടെ ലെൻസ്, ഹ്യൂമൻ ലെൻസ്. അപ്പൊ ഇത്രയും നമ്മൾ വന്നിട്ട് ഇപ്പൊ ഔട്ടർ ലെയറും മിഡിൽ ലെയറും കണ്ടു. ഇനി നമ്മൾ സ്ലോലി ഇന്നർ ലെയറിലേക്ക് വരികയാണ്. ഇന്നർ ലെയറിൽ ഫുള്ള് ഒരു ലിക്വിഡ് ഉണ്ട്. അതിന്റെ പേരാണ് വിട്രിയസ് ചേംബർ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ, രണ്ട് ലിക്വിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ ലെയറിൽ, ഔട്ടർമോസ്റ്റ് ലെയറിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജെല്ലി ലൈക്ക് ലിക്വിഡ് ആണ്. വേറാസ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർമോസ്റ്റ് ലെയറിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. വിട്രിയസ് ചേംബർ എന്നും അതിനെ പറയും. ഇവിടെ നിന്നും നമുക്ക് ഓരോരോ ലെയറുകളെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് റെറ്റീന. ഈ സ്കിൻ കളറിൽ അല്ലെങ്കിൽ ലൈറ്റ് സാൻഡൽ കളറിൽ കാണുന്ന യെല്ലോയിഷ് കളറിലുള്ള പാർട്ടാണ് റെറ്റീന. തൊട്ട് നടുവിൽ വരുന്ന റെഡ് കളറിലുള്ള പാർട്ടാണ് കൊറോയിഡ്. കൊറോയിഡ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്ലീറ കാണുന്നുണ്ട്, സ്ക്ലീറ. സോ നമ്മൾ പറഞ്ഞു സ്ക്ലീറ ഇസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ. കൊറോയിഡ് ആൻഡ് സ്ക്ലീറ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, കൊറോയിഡ് അല്ല, കോർണിയ ആൻഡ് സ്ക്ലീറ.
ഇവിടെ നമ്മൾ പറഞ്ഞു ദ ഔട്ടർ മോസ്റ്റ് ലെയർ കംപ്രൈസസ് ദ സ്ക്ലീറ ആൻഡ് കോർണിയ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം കോർണിയ ഏറ്റവും പുറത്ത് വേണം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. ഈ കോർണിയ ഇങ്ങനെ പോയി 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 എത്തിക്കുന്നത് എവിടെയാണ്? സ്ക്ലീറ എന്ന് പറയുന്ന ഈ പാർട്ടിലാണ്. സ്ക്ലീറ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വന്നാൽ ഫ്രണ്ടിൽ എത്തുമ്പോൾ അത് കോർണിയ എന്നുള്ള പാർട്ടിൽ കൊണ്ടുപോയി മീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കോർണിയ ആൻഡ് സ്ക്ലീറ ഇവരാണ് ഔട്ടർ പാർട്സ് ആയിട്ട് വരിക. അതിന്റെ തൊട്ട് ഉള്ളിൽ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത് ഫ്രണ്ടിൽ ഐറിസ്, പിന്നെ അങ്ങോട്ടേക്ക് ബാക്കോട്ട് പോകുമ്പോൾ റെറ്റിനയാണ്. ആൻഡ് ഏറ്റവും ഉള്ളിൽ വരുന്ന പാർട്ട് എന്ന് പറയുന്നത് റെറ്റിനയാണ് ഏറ്റവും ഉള്ളിലുള്ള പാർട്ട്. ആൻഡ് അതിൽ നടുവിൽ നമുക്ക് വരുന്ന ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ആളെ നമ്മൾ എന്ത് പറയുന്നു? ലെൻസ് എന്ന് പറയുന്നു. ഇതിന്റെ ഇടയിൽ ഒരാളും കൂടെ ഉണ്ട്. ഈ ലെൻസിന്റെ സെന്റർ ആയ നമ്മുടെ കൃഷ്ണമണി, നമ്മുടെ കണ്ണിന്റെ ഐബോൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടും കൂടെ ഉണ്ട്. ഈ പ്യൂപ്പിൾ ആണ് നമ്മളുടെ കണ്ണിന്റെ ഐബോൾ എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾക്ക് ഓരോ ഐസിന് ഓരോ കളർ ആയിരിക്കും പ്യൂപ്പിൾ. ചിലർക്ക് ബ്ലാക്ക് പ്യൂപ്പിൾ ആയിരിക്കും, ചിലർക്ക് ബ്രൗൺ, ചിലർക്ക് യെല്ലോ, ഗ്രീൻ, നീല കണ്ണുള്ളവരെയൊക്കെ നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതിലൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ബ്ലൂ ഐസ് ഉള്ളവര്. സോ അതൊക്കെ എന്താണ്? അവരുടെ പ്യൂപ്പിളിന്റെ കളറാണ് ആ ബ്ലൂ കളർ എന്ന് പറയുന്നത്. അപ്പൊ അത് വന്നിട്ട് യുണീക്ക് ആണ്, ഓരോരുത്തരിലും ഓരോരോ കളേഴ്സ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കൂടുതലും കാണുന്നത് ബ്ലാക്ക്, ബ്രൗൺ, ഈ രണ്ട് കളേഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അഡീഷണലി വരുന്ന രണ്ട് പാർട്സ് ഇവിടെ പറയുന്നത് ഫോവിയ എന്ന് പറയുന്ന ഒരു പാർട്ടും സസ്പെൻസറി ലിഗമെന്റ്സ്. ഈ രണ്ട് പാർട്സും നമ്മളിപ്പോ തൽക്കാലം നമ്മൾ പഠിക്കണം എന്നില്ല. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും പാർട്സുകൾ മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഓരോന്നിന്റെയും ഡെഫിനിഷനും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആന്റീരിയർ ചാമ്പർ എന്താണ് എന്നുള്ളത് നോക്കാം. ആന്റീരിയർ ചാമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്പേസ് ബിറ്റ്വീൻ ദ കോർണിയ ആൻഡ് ദ ഐറിസ് ഫിൽഡ് വിത്ത് അക്വസ് ഹ്യൂമർ. അതായത് കോർണിയയുടെയും ഈ ഫിഗറിൽ നമുക്ക് കാണുന്ന പോലെ കോർണിയയുടെയും അതേപോലെ ഐറിസിന്റെയും നടുക്കലായിട്ട് ഫിൽ ചെയ്തിട്ടുള്ള ആ ബ്ലൂ കളറിലുള്ള ലിക്വിഡിനെയാണ് നമ്മൾ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ആ ലിക്വിഡ് അടങ്ങിയിരിക്കുന്ന ആ സ്പേസിനെയാണ് അവർ ആന്റീരിയർ ചാമ്പർ എന്ന് പറയുന്നത്. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലെ ഇടയ്ക്കുള്ള സ്പേസ്, ദാറ്റ് ഇസ് കോൾഡ് ആന്റീരിയർ ചാമ്പർ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? നമ്മുടെ കൊറോയിഡ്. എന്താണ് കൊറോയിഡ് നോക്കാം. ദ വാസ്കുലർ ലെയർ ഓഫ് ദി ഐ കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂസ്. കണക്റ്റീവ് ടിഷ്യൂസ്, നമ്മൾ കുറച്ച് ടിഷ്യൂസ് കണ്ടു ഇവിടെ. ഈ ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ കൊറോയിഡ് എന്ന് പറയുന്നത്. മിഡിലാണ് വരിക, മിഡിൽ ലെയറിലാണ് കൊറോയിഡ് വരുന്നത്. ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ദ ഐ ഈസ് ഡിപ്പെൻഡഡ് അപ്പോൺ ബ്ലഡ് വെസൽസ് ഇൻ ദി കൊറോയിഡ്. കൊറോയിഡിൽ ബ്ലഡ് വെസൽസ് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി ആ നരമ്പുകളിൽ, ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ നരമ്പുകളിൽ എത്ര ന്യൂട്രീഷൻ ഉണ്ട് അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരാളുടെ ഐയുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം വൈറ്റമിൻ എ ആണ് കണ്ണുകൾക്ക് നല്ലത്. സോ അങ്ങനത്തെ ന്യൂട്രീഷൻ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കൊറോയിഡിൽ നല്ല ന്യൂട്രീഷൻ കണ്ടന്റ് ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് സിലിയറി ബോഡി. സിലിയറി ബോഡി മീൻസ് ദ പാർട്ട് ഓഫ് ദ ഐ ദാറ്റ് കണക്ട്സ് ദ ഐറിസ് ടു ദ കൊറോയിഡ്. ഐറിസിനെ കൊറോയിഡായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ സീലിയറി ബോഡി എന്ന് പറയും. അടുത്തത് കോർണിയ, ദ ക്ലിയർ ഡോം ഷേപ്ഡ് ടിഷ്യൂ കവറിംഗ് ദ ഫ്രണ്ട് ഓഫ് ദി ഐ. അതായത് കണ്ണിന്റെ ഫ്രണ്ട് സൈഡിനെ കവർ ചെയ്യുന്ന പാർട്ടിനാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നമുക്ക് ഒന്നും കൂടെ പറയുന്നുണ്ട്. ദിസ് ഇസ് ദ കോർണിയ. കോർണിയ. ഓക്കെ, സോ കോർണിയ ആണ് ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന പാർട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ഫോവിയ. ഫോവിയ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ബിക്കോസ് നമുക്ക് അത്ര ഡെപ്തിൽ പഠിക്കാനില്ല. അതുകൊണ്ട് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ റെറ്റിനയിലുള്ള ഒരു കുഞ്ഞു പാർട്ടാണ്. അത് വന്നിട്ട് നമ്മുടെ വിഷൻ അത്രയും ക്ലിയറസ്റ്റ് ആയിട്ട് തരുന്ന, ക്ലിയർ വിഷൻ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയൊരു പാർട്ടാണ് ഫോവിയ. നെക്സ്റ്റ് ഇസ് ഐറിസ്. ഇമ്പോർട്ടൻറ്റ്. The colored part of the eye that controls the amount of light that enters the eye by changing the size of the pupil. അതായത് നമ്മുടെ പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണിയുടെ നമ്മുടെ ഐബോളിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ പ്യൂപ്പിളിന് പറ്റും. സോ ഈ ഐറിസിന് പറ്റും. പ്യൂപ്പിളിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഐറിസിന് പറ്റും. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഐബോൾ. അത് ഐബോളിന് നമ്മൾ കോമൺ ആയിട്ട് ഐബോളിന് പറയും, ബട്ട് സയന്റിഫിക്കലി അതിന് പറയേണ്ട നെയിം പ്യൂപ്പിൾ എന്നാണ്.
സോ ഈ പ്യൂപ്പിൾ എന്തുകൊണ്ടാണ് സൈസ് അഡ്ജസ്റ്റ് ആവുന്ന ഒരു പാർട്ടായിട്ട് മാറിയത്? എന്തുകൊണ്ട് നമുക്ക് പ്യൂപ്പിളിന്റെ സൈസ് ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്? അത് നമ്മളല്ല ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലുള്ള ഐറിസ് ആണ് ചെയ്യുന്നത്. ബിക്കോസ് പ്യൂപ്പിളിൽ എത്ര ലൈറ്റ് എത്താൻ പറ്റും, അല്ലെങ്കിൽ എത്ര ലൈറ്റ് കടത്തി വിടാൻ പറ്റും, അത് വന്നിട്ട് നമ്മുടെ ഐറിസിന് അറിയാം. ആസ് ഐ ടോൾഡ് യു, നമുക്ക് ലൈറ്റ് നേരിട്ട് കാണാൻ വി ഹാവ് എ ലിമിറ്റ്. ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് ഒന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ ഐറിസ് ഇസ് ദ പാർട്ട് റെസ്പോൺസിബിൾ ടു കൺട്രോൾ ദ ലൈറ്റ് എൻറ്ററിങ് ദ ഐ, falling on the pupil. Okay. Next is lens. Lens നമുക്കറിയാം എന്താണുള്ളത്. It's a crystalline structure located just behind the iris. Irisന് തൊട്ട് പിറകിലുള്ള പാർട്ടാണ്. It focuses light onto the retina. റെറ്റിനയിൽ ഇമേജ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ലെൻസിലൂടെ വേണം ലൈറ്റ് കടന്നു പോകാൻ. എന്നിട്ട് ആ ലൈറ്റിനെയാണ് ഈ ലെൻസ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇമേജ് ഉണ്ടാവുന്നത്. ലെൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. സെയിം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് ആർട്ടിഫിഷ്യൽ ലെൻസ്, ഇത് ഹ്യൂമൻ ലെൻസ്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മാക്യുല ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഓപ്റ്റിക് നെർവ് എന്താന്ന് വെച്ചാൽ ദ നെർവ് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫ്രം ദ റെറ്റിന ടു ദ ബ്രെയിൻ. ഞാൻ പറഞ്ഞ പോലെ റെറ്റിനയിൽ നിന്നും ബ്രെയിനിലേക്ക് എത്തുന്ന സിഗ്നൽസ്, എന്താണ് ഞാൻ കാണുന്നത് എന്നുള്ളത് റെറ്റിനയിൽ ഇമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അതെന്റെ ബ്രെയിനിലേക്ക് ആ മെസ്സേജ് പോകും. സോ എന്റെ ബ്രെയിൻ ആണ് എനിക്ക് ഈ മെസ്സേജ് തരുന്നത്. ഞാൻ ഈ കാണുന്നത് ഒരു ഫ്ലവറിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെയാണ്, അല്ലെങ്കിൽ ഒരു ഡോളിനെയാണ് എന്നൊക്കെ നമുക്ക് മെസ്സേജ് തരുന്നത്. ഇനി അടുത്തത് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഇസ് ദ ഓപ്പണിംഗ് ഇൻ ദ സെന്റർ ഓഫ് ദി ഐറിസ്. ഈ പിക്ചറിൽ നമുക്ക് പ്യൂപ്പിൾ തന്നിട്ടില്ല, ബട്ട് എവിടെയായിട്ട് വരും പ്യൂപ്പിൾ എന്ന് വെച്ചാൽ ഇതാ ഈ ഐറിസിന്റെ രണ്ടിന്റെയും നടുക്കിൽ ഒരു സ്പേസ് ഇല്ലേ, ഈ രണ്ട് ഐറിസിന്റെ ഈ ഇതിന്റെ നടുവില്, അതാണ് പ്യൂപ്പിൾ. അവിടെ മാർക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, പ്യൂപ്പിൾ ഉണ്ട്. പ്യൂപ്പിൾ കഴിഞ്ഞിട്ടേ നമുക്ക് ലെൻസ് വരുന്നുള്ളൂ. ഓക്കെ, സോ pupil is the opening in the center of the iris. It changes its size as the amount of light changes. ഇനി നെക്സ്റ്റ് വന്നിട്ട് റെറ്റിന. റെറ്റിന is a light sensitive tissue that lines the back of the eye. കണ്ണിന്റെ പുറകുവശം വരുന്ന ഒരു പാർട്ടാണ് റെറ്റിന. It contains millions of photoreceptors that converts light rays into electrical impulses that are relayed to the brain via the optic nerve. അപ്പൊ എന്താണ്, ഈ റെറ്റിനയ്ക്ക് രണ്ട് കഴിവുണ്ട്. റെറ്റിനയ്ക്ക് ഇമേജ് ഉണ്ടാക്കാനും കഴിയും. ഈ ഐറിസ് പ്യൂപ്പിളിലൂടെയൊക്കെ വന്ന് ലൈറ്റ് ലെൻസിൽ വീണിട്ട് ലെൻസിന് നമ്മുടെ റെറ്റിനയിൽ ഒരു ഇമേജ് ഉണ്ടാക്കാനും കഴിയും. അപ്പൊ റെറ്റിനയാണ് ഇമേജ് ഫോം ആവുന്ന പ്ലേസ്. റെറ്റിനയ്ക്ക് പിന്നെ മറ്റൊരു കഴിവുണ്ടെന്ന് പറയുന്നത് തന്നിൽ ഉണ്ടായ ഇമേജ് എന്താണ്, എന്തിൻ്റെതാണ്, ആ ഒരു മെസ്സേജ് ബ്രെയിനിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടും റെറ്റിനയാണ്. അതെങ്ങനെ ബ്രെയിനിൽ എത്തുന്നു? യൂസിങ് എ നെർവ് കോൾഡ് ഓപ്റ്റിക് നെർവ്. ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്ന നരമ്പിലൂടെയാണ് അത് എത്തുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വിട്രിയസ് ജെൽ. അക്യസ് ജെൽ പോലെ തന്നെ വിട്രിയസ് ജെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ തിക്ക് ട്രാൻസ്പെറന്റ് ലിക്വിഡ്. ജെല്ലി പോലെ ലിക്വിഡ് ആണ്, പക്ഷെ തിക്ക് ആയിട്ടുള്ള ലിക്വിഡ് ആണ്. ദാറ്റ് ഫിൽസ് ദ സെന്റർ ഓഫ് ദി ഐ ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി വാട്ടർ ആൻഡ് ഗീവ്സ് ദ ഐ ഇറ്റ്സ് ഫോം ആൻഡ് ഷേപ്പ്. അപ്പൊ എന്താണ് ഈ വിട്രിയസ് ചേംബർ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ഈ പിങ്ക് കളർ പാർട്ട് ഉണ്ടല്ലോ, ഇതില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഷേപ്പ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് എങ്ങനെയാണോ അക്യസ് ചേംബർ അല്ലെങ്കിൽ അക്യസ് ഹ്യൂമർ ഇമ്പോർട്ടന്റ്, ഔട്ടർ ലെയറിൽ എങ്ങനെയാണോ ഈ ലിക്വിഡ് ഇമ്പോർട്ടന്റ്, അതുപോലെ തന്നെ ഇന്നർ ലെയറിൽ വിട്രിയസ് ഹ്യൂമറും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഐനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 15 ക്വസ്റ്റ്യൻസ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. സോ I will read the questions, you read the answer. Okay, the first question is, the circular transparent front portion of the eye is called? Yes, Shabna? Shahana. Shahana. Okay, the circular transparent front portion of the eye is called? Cornea. കോർണിയ. അതെ, കണ്ണിന്റെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന സർക്കുലറും അതുപോലെ തന്നെ ട്രാൻസ്പെറന്റുമായിട്ടുള്ള പാർട്ടിന്റെ പേര് കോർണിയ എന്നാണ്. ഓക്കെ, സർക്കുലർ ആണ്, നമ്മൾ പിക്ചറിൽ നോക്കിയ പോലെ. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ ഒരു വശത്തുനിന്ന് മറ്റൊരു വശത്തുള്ളത് കാണാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആണ്. സോ കോർണിയ ആണ് ആ പാർട്ട്. ഓക്കെ,
Next one, in the eye, the image is formed on dash. retina, റെറ്റിനയിലാണ് നമ്മൾ കാണുന്ന പല തിങ്സിന്റെയും ഇമേജ് ഫോം ആവുന്നത്. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ, ദ ഇമേജ് ഇസ് ഫോംഡ് ഇൻ ദ ഡാഷ് ഓഫ് റെറ്റിന. back of retina, റെറ്റിന. ഓക്കെ, റെറ്റിനയുടെ ബാക്ക് സൈഡിലാണ് ഇമേജ് ശരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the ability of the eye to focus on the retina by altering the convexity of the lens is called power of accommodation. വായിക്കും. Read you. Power of accommodation. Read you. power of accommodation. Accommodation. So power of accommodation എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് അതിന്റെ ആൻസർ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തോളൂ, ആൻസർ ചെയ്യുമ്പോൾ മാത്രം സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, സോ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നമ്മുടെ കണ്ണിന്റെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു കഴിവാണ്. എന്തിനുള്ള കഴിവ്? അതായത് നമ്മുടെ റെറ്റിനയിൽ ഇമേജ് വരുത്തണം എന്നുണ്ടെങ്കിൽ ലെൻസിന്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ലെൻസിന്റെ ഒരു സ്ട്രക്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് നമ്മുടെ കണ്ണിന്. അതിനനുസരിച്ചിട്ട് നമ്മുടെ റെറ്റിനയിൽ ഇമേജ് ഫോം ആകും. ആ ഓൾട്ടർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺവെക്സിറ്റി ഓഫ് ദ ലെൻസ് എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ ഒരു നേച്ചർ, അതിന്റെ ഒരു സ്ട്രക്ചറിനെ കുറച്ച് മാറ്റി കൊടുക്കാൻ നമ്മുടെ കണ്ണിനുള്ള ആ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the elasticity of the lens decreases with age. This condition is known as dash. Read you. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യൂ. ഹലോ, പ്രസ്ബയോപ്പിയ. ഇതെന്താ ഒരു പ്രാവശ്യം വിളിച്ചാൽ കേൾക്കണ്ടേ? ഒന്ന് രണ്ടും എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിപ്പിക്കുന്നത്? നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഇതിവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വിളിച്ച് എത്ര പ്രാവശ്യം പേര് വിളിക്കും? ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യു ഹാവ് ടു ടെൽ ദാറ്റ്. ടീച്ചർ എനിക്ക് അറിയില്ല എന്നുള്ളത് നിങ്ങൾ പറയാം. ട്രൈ ചെയ്തൂടെ? അറ്റ്ലീസ്റ്റ് റീഡ് ചെയ്യാൻ വായിക്കാൻ ശ്രമിച്ചൂടെ? ഇങ്ങനെ വീണ്ടും വീണ്ടും നെയിംസ് വിളിപ്പിക്കുക, ഇത് എന്താണ്? ഇത് എവിടെയും ഇല്ലാത്തൊരു സിസ്റ്റം ആണല്ലോ ഇത്. സോ ദ എലാസ്റ്റിസിറ്റി ഓഫ് ദ ലെൻസ് ഡിക്രീസസ് വിത്ത് ഏജ്. അതായത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ കണ്ണുകളുടെ ലെൻസിന്റെ ഒരു എലാസ്റ്റിസിറ്റി അഥവാ അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, അതിനെ എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ളവർക്ക്, ചെറുപ്രായത്തിലുള്ളവർക്ക് അവരുടെ കണ്ണിന്റെ ലെൻസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ബോഡിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളല്ല ചെയ്യുന്നത്, നമ്മുടെ കണ്ണിലെ ഐറിസ് ആണ് ചെയ്യുന്നത്. ബട്ട് ഈ പറയുന്ന എലാസ്റ്റിസിറ്റി ഏജ് ആയി വരുമ്പോൾ, പ്രായമായി വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നോക്കിയ പോലെ the ability of the eye to focus on the retina by altering the convexity of the lens is called power of accommodation എന്ന് പറഞ്ഞു. ഈ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു കഴിവ് പ്രായമാവും തോറും കുറഞ്ഞു വരും. ആ ഒരു അവസ്ഥയ്ക്ക് എന്താണ് പേര്? ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്നാണ് അതിനെ പറയുക. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഹാഫ് ആൻ അവർ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇന്നൊരു ഇൻട്രഡക്ഷൻ ആയിക്കോട്ടെ. ഓക്കെ, സോ ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഇന്ന് നിർത്താം. ഓക്കെ, ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് എക്സിറ്റ് ആവാം കേട്ടോ, വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.